ഇബ്രാഹിം നബിയുടെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചില പ്രാർത്ഥനകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 129 വചനത്തിൽ കാണാം: "ഓ അല്ലാ, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്നു തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ" എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണം കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജാഹിലിയ കാലത്തിൻ്റെ അന്ധകാരത്തെ തുടച്ചു നീക്കിക്കൊണ്ട്, ലോകത്തുള്ള സർവ്വ അന്ധകാരത്തെയും തുടച്ചു നീക്കിക്കൊണ്ട് ലോകത്തിന് വെളിച്ചമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പിറന്നു വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭസ്ഥ ശിശുവായിരുന്ന ആ 10 മാസക്കാലം മാതാവ് ആമിന ബീവിക്ക് സമാനതകളില്ലാത്ത അനുഭവങ്ങളാണ് ഉണ്ടായതെന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നു. ഗർഭിണിയായ സ്ത്രീകൾ സാധാരണ അനുഭവിക്കാറുള്ള ക്ഷീണമോ ഭാരമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ആമിന ബീവിക്ക് അനുഭവപ്പെട്ടില്ല. പകരം വലിയൊരു ശാന്തിയും ഉന്മേഷവുമാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ആമിന ബീവി ഗർഭിണിയായിരുന്ന സമയത്ത് അദൃശ്യമായ ഒരു ശബ്ദം അവരോട് ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്: "ഈ സമുദായത്തിൻ്റെ നേതാവിനെയാണ് നീ വഹിക്കുന്നത്. അതിനാൽ അവന് മുഹമ്മദ് എന്ന് പേരിടുക." നബി തങ്ങൾ ഗർഭത്തിൽ ഉണ്ടായിരുന്ന വർഷത്തെ ചരിത്രത്തിൽ സനത്തുൽ ഫതഹ്, വിജയത്തിൻ്റെ വർഷം എന്നാണ് വിളിക്കുന്നത്. ആ വർഷം മക്കയിൽ കഠിനമായ വരൾച്ച മാറി സമൃദ്ധമായ മഴ ലഭിക്കുകയും കൃഷികൾ തഴച്ചു വളരുകയും മൃഗങ്ങളിൽ ധാരാളം പാൽ നൽകുകയും ചെയ്തു. ഗർഭകാലത്തെ സ്വപ്നങ്ങളിൽ മുൻകാല പ്രവാചകന്മാരായ ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയവർ ആമിന ബീവിക്ക് ദർശനം നൽകുകയും ലോകത്തിൻ്റെ അനുഗ്രഹമായ പ്രവാചകനാണ് വരാനിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഖുറൈശികളുടെ കാലികളെല്ലാം ആ രാത്രിയിൽ മനുഷ്യഭാഷയിൽ സംസാരിച്ചുവെന്നും ലോകത്തിൻ്റെ നേതാവ് വരാനിരിക്കുന്നു എന്നും അവ പരസ്പരം സന്തോഷം പങ്കുവച്ചു എന്നും ചില ചരിത്ര വിവരണങ്ങളിൽ കാണാം. ഭർത്താവായ അബ്ദുള്ളയുടെ വിയോഗം ഏൽപ്പിച്ച വിഷമത്തിനിടയിലും ഈ അത്ഭുത സംഭവങ്ങളാണ് ആമിന ബീവിക്ക് മാനസികമായ കരുത്ത് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ നിമിഷങ്ങളെ ഇസ്ലാമിക ചരിത്രകാരന്മാർ വളരെ വികാരനിർഭരായും അത്ഭുതകരവുമായാണ് വിവരിച്ചിരിക്കുന്നത്. ആമിന ബീവി തന്നെ പിൽക്കാലത്ത് പങ്കുവച്ച അനുഭവങ്ങളാണ്: പ്രസവ സമയം അടുത്തപ്പോൾ ആമിന ബീവി തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്ത് അതിമനോഹരമായ മുഖങ്ങളുള്ള ചില സ്ത്രീകൾ തന്നെ സഹായിക്കാൻ എത്തിയതായി അവർക്ക് അനുഭവപ്പെട്ടു. അവർ സ്വർഗത്തിലെ സ്ത്രീകളാണെന്ന് ചരിത്ര വിവരങ്ങളിൽ കാണാം. പ്രസവത്തിനു തൊട്ടു മുൻപ് തനിക്ക് കഠിനമായ ദാഹം അനുഭവപ്പെട്ടുവെന്നും അപ്പോൾ വെളുത്ത നിറത്തിലുള്ള ഒരു പാനീയം തനിക്ക് നൽകപ്പെട്ടുവെന്നും ആമിന ബീവി പറഞ്ഞിട്ടുണ്ട്. അത് കുടിച്ചതോടെ തൻ്റെ ഉള്ളിലെ എല്ലാ പേടിയും മാറി വലിയൊരു ശാന്തി ലഭിച്ചു. ആ വീടിനു മുകളിലായി സ്വർണ്ണ നിറത്തിലുള്ള ചിറകുകളുള്ള പക്ഷികൾ തണലിട്ടതുപോലെ പറന്നു നിന്നിരുന്നു. പ്രസവത്തിനു തൊട്ടു മുൻപ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പ്രകാശം പരക്കുന്നതായി അവർക്ക് ദൃശ്യമായി. ഭൂമിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി ദൂരെയുള്ള സിറിയയിലെ കൊട്ടാരങ്ങൾ വരെ ആ പ്രകാശത്തിൽ വ്യക്തമായി കണ്ടു. ഭൂമിയിൽ 3 കൊടികൾ നാട്ടപ്പെട്ടതായി ആമിന ബീവിക്ക് ദർശനം ലഭിച്ചു. ഒന്ന് കിഴക്കിലും ഒന്ന് പടിഞ്ഞാറിലും മൂന്നാമത്തേത് കഅബയുടെ മുകളിലുമായിരുന്നു. ഇത് ഇസ്ലാമിൻ്റെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കുമെന്നതിൻ്റെ സൂചനയായിരുന്നു. ഈ അത്ഭുതങ്ങൾക്കിടയിലാണ് യാതൊരു പ്രസവവേദനയുമില്ലാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയും സുഗന്ധം വമിക്കുന്ന ശരീരത്തോടെയും ആ പുണ്യപ്രവാചകൻ ഭൂമിയിലേക്ക് വന്നത്. ജനിച്ചയുടനെ നബി തങ്ങളെ താരാട്ട് പാടിയിരുന്നത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് ലോകത്ത് പല അത്ഭുത സംഭവങ്ങളും നടന്നതായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ ജനിച്ച രാത്രിയിൽ മക്കയിലെ കഅബയിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹങ്ങൾ പലതും മുഖം കുത്തി വീണതായി പറയപ്പെടുന്നു. പേർഷ്യയിലെ പ്രശസ്തമായ സാവ എന്ന തടാകം പെട്ടെന്ന് വറ്റിപ്പോയി. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന കിസ്രയുടെ കൊട്ടാരത്തിലെ 14 ഗോപുരങ്ങൾ തകർന്നു വീഴുകയും കൊട്ടാരത്തിൽ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തു.
പേർഷ്യക്കാർ ആരാധിച്ചിരുന്നതും 1000 വർഷമായി അണയാതെ സൂക്ഷിച്ചിരുന്നതുമായ അഗ്നികുണ്ഡം നബിയുടെ ജനന സമയത്ത് അണഞ്ഞുപോയി. നക്ഷത്രങ്ങൾ ഭൂമിയോടടുത്തതായും അവ വളരെയധികം തിളങ്ങുന്നതായും അക്കാലത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ലോകത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അക്രമങ്ങളുടെയും അന്ത്യം കുറിക്കാനാണ് നബി വന്നത് എന്നതിൻ്റെ സൂചനയാണ് ഈ സംഭവങ്ങളെല്ലാം ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. സാധാരണ കുട്ടികൾ ജനിക്കുമ്പോൾ ഉണ്ടാകാറുള്ള രക്തമോ മറ്റു അശുദ്ധികളോ ഇല്ലാതെ വളരെ വൃത്തിയായാണ് നബി തങ്ങൾ ജനിച്ചതെന്ന് പറയപ്പെടുന്നു. നബി ജനിക്കുമ്പോൾ തന്നെ സുന്നത്ത് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു എന്നും പൊക്കിൾ കൊടി മുറുക്കപ്പെട്ട നിലയിലായിരുന്നു പല ചരിത്ര വിവരങ്ങളിലും കാണാം. ജനിച്ച സമയത്ത് നബിയുടെ ശരീരത്തിൽ നിന്നും കസ്തൂരിയുടെ സുഗന്ധം വമിച്ചിരുന്നുവെന്ന് ആമിന ബീവി സാക്ഷ്യപ്പെടുത്തിയുകൊണ്ട് ജനിച്ചു വീണ ഉടനെ കൈകൾ നിലത്തൂന്നി ആകാശത്തേക്ക് നോക്കുന്ന രീതിയിലാണ് നബി തങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ചരിത്രകാരനായ ഇബ്നു സഅദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു സ്ത്രീകൾ പ്രസവ സമയത്ത് അനുഭവിക്കാറുള്ള കഠിനമായ വേദനയോ ശാരീരിക ബുദ്ധിമുട്ടുകളോ തനിക്കുണ്ടായിരുന്നില്ലെന്നും വളരെ എളുപ്പത്തിലാണ് പ്രസവം നടന്നതെന്നും ആമിന ബീവി വിവരിച്ചിട്ടുണ്ട്. ഹിജ്റ വർഷത്തിന് 53 വർഷം മുൻപ് റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു ആ പുണ്യജനനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഉടനെ അദ്ദേഹത്തെ കൈകളിൽ സ്വീകരിച്ചത് ഷിഫ ബിന്ത് അംർ എന്ന മഹദിയായിരുന്നു. പ്രമുഖ സ്വഹാബിയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയാണവർ. നബി തങ്ങൾ ജനിച്ച സമയത്ത് തൻ്റെ കൈകളിൽ നിന്നും സിറിയയിലെ കൊട്ടാരങ്ങൾ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രകാശം പുറപ്പെട്ടതായി അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞ് അതീവ സുന്ദരനായും ശുദ്ധിയുള്ളവനുമായി കാണപ്പെട്ടത് അവരെ അത്ഭുതപ്പെടുത്തി. കുഞ്ഞ് ജനിച്ചു വീണപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടതായും ചില വിവരണങ്ങളിൽ കാണാം. പ്രസവത്തിന് ശേഷം ആദ്യമായി നബിയെ പരിചരിച്ചത് ഉമ്മയായ ആമിന ബീവി തന്നെയാണ്. നബിയുടെ പിതാവ് അബ്ദുള്ളയുടെ ദാസിയായിരുന്ന ഉമ്മു ഐമനും നബിയെ ശുശ്രൂഷിക്കുന്നതിൽ കൂടെയുണ്ടായിരുന്നു. വിവരം അറിഞ്ഞയുടനെ മുത്തശ്ശൻ അബ്ദുൽ മുത്തലിബ് ഓടിയെത്തുകയും കുഞ്ഞിനെ കഅബയിലേക്ക് കൊണ്ടുപോയി അള്ളാഹുവിന് നന്ദി പറയുകയും മുഹമ്മദ് എന്ന പേരിടുകയും ചെയ്തു. കുഞ്ഞിനെ കൈകളിൽ എടുത്ത ഉടനെ അബ്ദുൽ മുത്തലിബ് നേരെ പോയത് വിശുദ്ധ കഅബയിലേക്കാണ്. തൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയുടെ വിയോഗത്തിന് ശേഷം ലഭിച്ച ഈ പേരക്കുട്ടിയെ അദ്ദേഹം കഅബക്കുള്ളിൽ കൊണ്ടുപോയി. കഅബയിൽ വെച്ച് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ അദ്ദേഹം അവിടെ വെച്ച് നടത്തി. 7-ാം ദിവസം അദ്ദേഹം കുഞ്ഞിനു വേണ്ടിയൊരു വിരുന്നൊരുക്കി. അന്ന് ഖുറൈശികൾ കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. അക്കാലത്ത് അറബികൾക്കിടയിൽ ഈ പേര് അത്ര പരിചിതമായിരുന്നില്ല. എന്തുകൊണ്ടാണ് കുടുംബത്തിലുള്ള പേരുകൾ ഇടാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഭൂമിയിലുള്ളവരും ആകാശത്തിലുള്ളവരും എൻ്റെ കുട്ടിയെ പുകഴ്ത്താൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ചില ചരിത്ര വിവരണങ്ങൾ പ്രകാരം കുഞ്ഞിൻ്റെ വായിൽ മധുരം പുരട്ടുന്ന ചടങ്ങും അദ്ദേഹം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൻ്റെ 7-ാം ദിവസം മുത്തശ്ശൻ അബ്ദുൽ മുത്തലിബ് നബിക്കു വേണ്ട അക്കീഖ അറുക്കുകയും വലിയൊരു വിരുന്ന് നൽകുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണിത്. അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ആചാരപ്രകാരം കുഞ്ഞ് ജനിച്ചതിൻ്റെ 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് ആടിനെ അറുത്ത് അക്കീഖ കർമ്മം നിർവഹിച്ചു. മുടി കളയുകയും ആ മുടിയുടെ തൂക്കത്തിന് തുല്യമായ വെള്ളി പാവപ്പെട്ടവർക്ക് ദാനമായി നൽകുകയും ചെയ്തു.